സ്തുതി മഹത്വം താല്പര്യരെ നമുക്കൊരിക്കൽ കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ സാധിച്ചാൽ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ 30-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 30 മുതൽ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. പിന്നെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. മതി. അവൻ അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തു, അവരുടെ കണ്ണ് തുറന്നു, അവനെ അറിഞ്ഞു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ക്രിസ്തുവേ, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത ക്രിസ്തുവേ, ഞങ്ങളോടുകൂടെ ഇന്നും സദാ കൂടെ വസിക്കുന്ന ക്രിസ്തുവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് കർത്താവേ നിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. നാഥ, അടിയന്റെ വായിലെ വാക്കുകളും നിന്റെ സഭയുടെ ധ്യാനവും നിനക്ക് പ്രസാദകരവും പ്രീതികരവുമായിരിക്കണമേ. എല്ലാം പ്രിയകതയുടെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സഭ പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ ഓർക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ 13 ദിവസങ്ങളായി സഭ നോമ്പിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. 12 ശ്ലീഹന്മാരെയും പൗലോസ് ശ്ലീഹായും ഓർക്കുന്ന ദിനരാത്രങ്ങളായിരുന്നു കഴിഞ്ഞ 13 ദിവസങ്ങൾ. ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അജഗണമായിട്ട് കൂടിയ നമ്മളോട് ഒരു ചെറിയ അജഗണമായിരുന്ന ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ 72 അറിയിപ്പുകാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2 പേരുടെ കഥ പറയാമെന്നാണ്, ഇല്ലെങ്കിൽ അവരുടെ ഒരു സംഭവം പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നും ഒരു ചെറിയ അജഗണത്തെ, ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു സ്മോൾ ഗ്രൂപ്പിനെ എന്നും ശിഷ്യന്മാരും എല്ലാ ഗുരുക്കന്മാരും തേടുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. ക്രിസ്തുവിനുണ്ടായിരുന്ന ഒരു ചെറിയ അജഗണം, സുഹൃത്തുക്കളെ എന്നാണ് അവൻ വിളിച്ചത്. തന്റെ പാദപത്മങ്ങളിൽ ഭജനിരിക്കുവാൻ ഒരു മേരിയെ പോലെയും തന്റെ മാർവോട് ചേർന്നിരിക്കുവാൻ ഒരു യോഹന്നാനെ പോലെയും കുറെ പേരെ അവൻ തെരയുന്നുമുണ്ട്, കണ്ടെത്തുന്നുമുണ്ട്. അങ്ങനെ ഒരു ചെറിയ അജഗണമായി കൂടിയിരിക്കുന്ന നാം ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്നത്തെ ചിന്ത. കർത്താവ് തെരഞ്ഞെടുത്ത കൂട്ടത്തിലുള്ള 2 പേരാണ് കർത്താവിന്റെ മരണത്തിൽ മനം നൊന്തുകൊണ്ട് യെരുശലേമിൽ നിന്നും എമോസിലേക്ക് യാത്രയാകുന്നത്. ഈ വേദഭാഗത്തിൽ നമുക്കെല്ലാം അറിയാവുന്നൊരു വേദഭാഗമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറഞ്ഞ് സഹായിക്കണം. നമ്മളെല്ലാ ഉയർപ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് എമോസിലേക്കുള്ള യാത്രയുടെ ഈ വേദഭാഗം. പല വേദപണ്ഡിതന്മാർ പലരാണ് എന്നാണ് ഇത് പറയുന്നത്. ചിലർ ശിഷ്യന്മാരുടെ പന്തിരി കൂട്ടത്തിലുള്ളവരാണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു 72 അറിയിപ്പുകാരുടെ കൂട്ടത്തിലുള്ളവരാണ്. ആരും ആയിക്കോട്ടെ. എന്നിരുന്നാൽ തന്നെ ഇതെല്ലാം നമ്മളെ തന്നെ ഉള്ളൊരു പ്രതിധ്വനിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്കെല്ലാം എമോസിലോട്ടുള്ള ഒരു യാത്രയുണ്ട്. നമ്മുടെ തകർച്ചയുടെ മധ്യത്തിൽ, നമ്മളുടെ ഒറ്റപ്പെടലിന്റെ മധ്യത്തിൽ, നമ്മൾ ഇല്ലാതെയാകുന്ന ചില അവസരങ്ങളിൽ നമ്മളും യെരുശലേം എന്ന സങ്കട നടുവിൽ നിന്നും എമോസ് എന്ന ഓടിമറിയലിന്റെ അനുഭവത്തിലേക്ക് നടന്ന് നീങ്ങാറുണ്ട്. യെരുശലേമിന്റെ സങ്കടത്തിന്റെ അനുഭവത്തിൽ നിന്നും എമോസിന്റെ ഓടിമറിയലിന്റെ അനുഭവത്തിലേക്ക് നടന്നു നീങ്ങാറുണ്ട്. ഓശാനയുടെ ദിവസം സ്തുതി പാടിയവർ നമ്മളോടുകൂടി ഇല്ലാതെയാകുമ്പോൾ ദുഃഖത്തിന്റെ കാൽവരിയിൽ നിന്നും നാം ഒരു എമോസിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിന്നോട് കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നിങ്ങൾ തയ്യാറാകണം. We see a liturgy of realization. തിരിച്ചറിവിന്റെ ആരാധനാക്രമം. അവർ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവരുടെ കണ്ണുകൾ തുറന്നു. ചിലപ്പോഴെല്ലാം നമ്മുടെ കണ്ണുകൾ തുറക്കാതിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അപ്പം മുറിക്കലിന്റെ അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം. ഓരോ അപ്പം മുറിക്കുന്ന അവസരവും ക്രിസ്തുവിനെ, നമ്മളോട് കൂടെയുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുവാനുള്ള അവസരമാണ്. എത്ര പേർക്ക് ഓരോ ഞായറാഴ്ച കുർബാനകളിലും ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ പറയാൻ സാധിക്കും, കർത്താവ് എന്റെ ഉള്ളിൽ വന്ന് എന്നോടുകൂടെ പാർക്കണമേ, കർത്താവ് എന്റെ ഉള്ളിൽ വന്ന് എന്നോടുകൂടെ പാർക്കണമേ. കാരണം അവൻ അപ്പം മുറിക്കുന്നതെല്ലാം തന്റെ സുഹൃത്തുക്കളോട് കൂടി ഇരുന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവൻ തന്റെ കൈകളിൽ അപ്പം എടുത്തുകൊണ്ട് എന്താ പറഞ്ഞേ, ഇതെന്റെ ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഓരോ അപ്പം മുറിക്കലിന്റെ അനുഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവൻ ആരാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, അവൻ ആരാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ അപ്പം മുറിക്കലിന്റെയും അവസരം. തകർന്നിരിക്കുന്ന വേളയിൽ അപ്പം മുറിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മളെ കരുതുവാൻ, നമ്മളെ താങ്ങുവാൻ പറ്റുന്നവനാണ് അവിടെ നിൽക്കുന്ന ആ മനുഷ്യൻ. ആ കല്ലറിയിൽ കുന്നിൽ മരിച്ച ആ മരപ്പണിക്കാരനുണ്ടല്ലോ, എന്തും അസാധ്യമല്ല. സ്വർഗോന്നത മഹിമകളെ ഒഴിഞ്ഞ്
താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരാമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം എന്ത് നിസ്സാരം. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് ഈ വേദഭാഗത്തിൽ പറയുന്നത് ഓരോ അപ്പം മുറിക്കലുകളിലും ഞാൻ ആരാണെന്നുള്ള കണ്ണു തുറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. എവറി ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ഷുഡ് മേക്ക് us റിയലൈസ് who we are. ഇന്ന് ഈ ഭവനം ഈ ഒരു മാസം പുതു ജന്മദിനങ്ങളിലേക്കും പുതുവർഷങ്ങളിലേക്കും കടക്കുന്ന ദിനങ്ങളാണ്. ഓരോ വർഷവും നിങ്ങൾ ഓർത്തോളം നിങ്ങളെ നടത്തുന്ന ആ ക്രിസ്തു ആരാണെന്ന്, നിങ്ങളെ നടത്തുന്ന ആ ക്രിസ്തു ആരാണെന്ന്. രണ്ടാമതായിട്ട് ഓരോ അവസരങ്ങളും ഒരു കൂദാശയായി മാറുകയാണ്. ഓരോ അവസരങ്ങളും ഒരു കൂദാശയായി മാറുകയാണ്. ചിലപ്പോൾ നമ്മുടെ വേദനയുടെ മദ്യം ഒരു കൂദാശയായി മാറേണ്ട അവസരമാണ്. നമ്മൾ ഈ പൗരസ്ത്യർ എത്ര കൂദാശകളാണുള്ളത്? 7 കൂദാശകൾ. ആര് പറഞ്ഞു 7 കൂദാശകളാണ്? ആര് പറഞ്ഞു 7 കൂദാശകളാണ്? മാർത്തോമാ സഭ. എന്നാൽ പൗരസ്ത്യ സഭകൾ നമ്മൾ മാർത്തോമാ സഭ 7 കൂദാശകളാണ് എന്ന് പഠിപ്പിക്കുന്നെങ്കിലും നമ്മൾ പറയുന്നത് ജീവിതം തന്നെ ഒരു കൂദാശയാണ്. എല്ലാം കൂദാശയായി മാറണം. നമ്മൾ ചെയ്യുന്ന ഓരോത്തിലും ഒരു ഓർഡിനറി എലമെന്റ്സിലെ എക്സ്ട്രാ ഓർഡിനറി എലമെന്റ്സ് കാണുവാൻ സാധിക്കുക. ഓരോ ചെറു കാര്യങ്ങളിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം കാണുവാൻ സാധിക്കണം. നമ്മള് തുണി മടക്കുകയാണോ, അവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം കാണുവാൻ സാധിക്കുക. നമ്മള് മുറ്റമടിക്കുകയാണോ, അവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം കാണിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം കാണുവാൻ, ഓരോ ചെറിയ കാര്യങ്ങളിലും ഒരു ആരാധനയായി മാറ്റുവാനുള്ള ഒരു ക്ഷണമാണ് ഈ വേദഭാഗം നൽകുന്നത്. വീട്ടിൽ ഇരുന്ന് ഡിന്നർ കഴിക്കാനല്ലേ വിളിച്ചേ? അല്ലേ? ഈ 2 പേര് കർത്താവിനെ എന്തിനാ വിളിച്ചേ? വന്ന് ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് നാളെ പൊക്കോ, അല്ലേ? ആളെന്താ ചെയ്ത്? അവിടെ ചെന്ന് നടുക്കിരുന്നിട്ട് അപ്പം മുറിച്ചു. നമ്മളുടെ ഓരോ ഓർഡിനറി അവസ്ഥകളിലും നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവാണ് നമ്മളോട് കൂടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ദൈനംദിന ജീവിതം ഒരു ആരാധനയായി മാറണം. നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായി മാറണം. സാധിക്കുമോ? നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായി മാറ്റുവാൻ? നമ്മുടെ ജീവിതം എന്ന ഈ ജീവിതം ഒരു ആരാധനയായി മാറണം. അപ്പോഴാണ് ക്രിസ്തുവിനോട് ഒരു പടി കൂടെ അടുക്കുവാൻ സാധിക്കുന്നത്. ജീവിതം തന്നെ ഒരു ആരാധനയായി തീരുക. നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകുവാൻ വേണ്ടിയാണ് നമ്മൾ 7 കൂദാശകൾ എന്ന് പറയുന്നത്. എന്നാൽ ജീവിതം തന്നെ ഒരു കൂദാശയായാൽ എന്ത് മനോഹരമാണ്. ജീവിതം തന്നെ ഒരു കൂദാശയാക്കുക. 3, ഓരോ അപ്പം മുറിക്കലും നമ്മളോട് പറയുന്നത് നമ്മളെല്ലാം ഒരു അപ്പത്തിന്റെ അംശങ്ങളാണ്. കലഹക്കാരെ അല്ല, സ്നേഹത്തിന്റെ, ക്ഷമയുടെ, ദീർഘക്ഷമയുടെ, ഒരുമൈഭാവത്തിന്റെ മനോഭാവമാണ് നമ്മളിൽ വസിക്കേണ്ടത്. 10, 50, 60 വർഷങ്ങൾ നമ്മളിവിടെ ജീവിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ പകുതി ഭാവവും നമ്മൾ പണ്ട് എന്റെ പെൻസിൽ മോഷ്ടിച്ചതിന്റെ പേരിൽ സംസാരിക്കാത്ത ആൾക്കാരുണ്ട്. എനിക്കുണ്ട് ഒരു സുഹൃത്ത്, LKG എന്റെ പെൻസിൽ മോഷ്ടിച്ചതിന്റെ പേരിൽ സംസാരിക്കാതിരിക്കുന്ന ഒരു സുഹൃത്ത്. നമ്മൾ ഒരുമയുടെ ഭാവത്തിലാണോ കലഹത്തിന്റെ ഭാവത്തിലാണോ ജീവിക്കുന്നത്? ഓരോ അപ്പം മുറിക്കലും നമ്മളോട് പറയുന്നത് നാം എല്ലാവരും ഒരു അപ്പത്തിന്റെ അംശികളാണ്. പിരിഞ്ഞിരിക്കേണ്ടവരല്ല. എങ്ങനെയാണ് പിരിഞ്ഞിരുന്നാൽ നമുക്കിവിടെ പ്രാർത്ഥനകൾക്ക് വന്നിരുന്നിട്ട് കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ, കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് വന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് സാധിക്കുന്നത്? പണ്ടൊരിക്കലും ഒരു കൊച്ചുകുഞ്ഞ്, ഞങ്ങളൊരു ക്യാമ്പിന് പോയപ്പോൾ ഒരു കൊച്ചുകുഞ്ഞിനോട് ചോദിച്ചു, എടാ നിനക്ക് എന്താണ് ഇന്ന് പ്രാർത്ഥിച്ച്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണേ കർത്താവേ എന്നാണ് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ചിലപ്പോൾ നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ ഇതുപോലെ ബാലിശമായി മാറാറുണ്ട്. നിത്യസ്നേഹമായ കർത്താവിനെ നമ്മൾ നമ്മളുടെ കുഞ്ഞു കാര്യങ്ങളിലേക്ക് ഒതുക്കുമ്പോൾ ഒരുമയുടെ ഭാവത്തിലേക്ക് നടക്കുവാനാണ് ക്രിസ്തു പറഞ്ഞത്. ഞാനും പിതാവും ഒരുമനായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കും. ആ ഒരുമയുടെ ഭാവം നമ്മളുടെ ഉള്ളിൽ പറ്റുമോ? ഞാൻ എന്നുള്ള ഭാവം മാറ്റിയിട്ട് നമ്മൾ എന്നുള്ള ഭാവത്തിലേക്ക് ഒന്ന് പുനർനിർവചിക്കുവാൻ നമ്മളെ തന്നെ സാധിക്കുമോ? നമ്മൾ ഈ ട്രൈബൽ സോഷ്യോളജി ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് കാലങ്ങളിൽ നമ്മളെല്ലാം ഇങ്ങനെ ജീവിച്ചേ, അല്ലെ? പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടിയുണ്ടോ? ഒന്നും വേണ്ട. എന്റെ അപ്പച്ചന്റെ ഉദാഹരണം തന്നെ പറയാം. അപ്പച്ചൻ അച്ഛനായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കുപ്പായൊക്കെ ഇട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പരിപാടി ഉണ്ടെങ്കിൽ രാവിലെ പുറത്തോട്ടിറങ്ങും. ഒരു സുഹൃത്ത് വരും. ചിലപ്പോൾ അറിയാത്തവരായിരിക്കാം. എടാ മോനെ എങ്ങോട്ടാ? ബാ പോവാം. ഒരുമിച്ചുള്ള ഒരുമയുടെ മനോഭാവം, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാകുന്ന മനോഭാവം, എല്ലാവരെയും പറ്റിയും നമുക്കുള്ളൊരു കൺസേൺ. എപ്പോഴും അപ്പച്ചൻ ചോദിക്കാറുള്ള കാര്യമാണ്, നീ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ മോനെ? നീ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? നീ കർത്താവിനെ അറിഞ്ഞതാണോ? ഒരിക്കൽ അപ്പച്ചൻ്റെ കൂടെ ലിഫ്റ്റിൽ പോയതാണ് ഞാൻ. ആശുപത്രിയിൽ ലിഫ്റ്റിൽ ആരാണെന്ന് പോലും അറിയത്തില്ല. ആളോട് ചോദിച്ചു, നീ കർത്താവിനെ അറിഞ്ഞാണോ? കാരണം നമ്മൾക്ക് മറ്റുള്ളവരെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തുവിനെ, നമ്മൾക്കുള്ള നന്മകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ സാധിക്കൂ. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്. അടുത്തതായിട്ട് ഓരോ അപ്പം മുറിക്കലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവൻ നിനക്കായി
കാത്തിരിക്കുന്നു. ഓരോ അപ്പം മുറിക്കലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവൻ നിനക്കായി കാത്തിരിക്കുന്നു. വാത്സല്യത്തിൻ പ്രാതലുമായി കരയിൽ കാത്തിരിക്കുന്നവനാണ് നമ്മുടെ ക്രിസ്തു. മക്കളെ വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ച് ഓരോ വാത്സല്യത്തിന്റെ പ്രാതലുമായിട്ട് നമുക്ക് കാത്തിരിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിനെ പലപ്പോഴും ഒരു ഡിസ്റ്റന്റ് ഫിഗർ ആയിട്ടാണ് കാണുന്നത്, അല്ലെ? എന്നാൽ നമ്മളോട് കൂടെ സദാ വസിക്കുന്ന ഒരു ക്രിസ്തു സാന്നിധ്യമാണ് നമ്മളോട് കൂടെ ഉള്ളത്. പിന്നെ ഞങ്ങളോട് എപ്പോഴും ഒരു അച്ഛൻ പറയും, എടാ നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങൾ പറയുമ്പോൾ സുഹൃത്തായിട്ട് പറയണം. എസ് ജി പാലയിൽ, ഞാൻ താമസിച്ച സ്ഥലമാണ് എസ് ജി പാലയിൽ ചായ കുടിക്കുവാൻ വേണ്ടി നമ്മളോട് കൂടെ ഒന്ന് ചായ കുടിച്ച് നമ്മളോട് കൂടെ സ്വറ പറയുന്നവനായിട്ട് ക്രിസ്തുവിനെ എന്തുകൊണ്ട് നമുക്ക് കണ്ടുകൂടാ? നമ്മളോടുകൂടെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു ക്രിസ്തുവിനെ എന്തുകൊണ്ട് നമുക്ക് കണ്ടുകൂടാ? ക്രിസ്തു നമ്മളോട് കൂടെ സദാ വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒന്നാമതായിട്ട് അപ്പം മുറിക്കലിന്റെ 4 തലങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. രണ്ടാമതായിട്ട് നമ്മളോട് കൂടെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നടക്കുന്ന ക്രിസ്തു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരുന്നു. നമുക്ക് വിശുദ്ധരില്ല, എന്നാലും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ ഒരു ക്രിസ്തു ആണെന്നാണ് അർത്ഥം. കാരണം നമ്മളെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളവരാണ്. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ തകർന്നു പോയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, അവിടെ നമ്മളല്ല, അവിടെ ക്രിസ്തു ആയിരുന്നു നമ്മളോടുകൂടെ ഉണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞൊരു ഉദാഹരണമാണ്. ഒരു സുഹൃത്ത്, അവൻ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അവന്റെ അവസാന ദിവസങ്ങളിൽ വേദന കൊണ്ട് പൊളയുമ്പോൾ അവനോട് ചോദിച്ചു, എടാ മോനെ വേദനയുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞാനും ഈശോപ്പയും കൂടെ ഒരുമിച്ച് ആ വേദന സഹിച്ചോളാം. ആ ക്രൂശിലെ യേശുവും ഞാനൂടെ ഒരുമിച്ച് വേദന സഹിച്ചോളാം. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളോട് കൂടെയുള്ള ഒരു ക്രിസ്തു സാന്നിധ്യമുണ്ട്. സ്റ്റോറി ഓഫ് ഫുട് പ്രിന്റ്സ് കേൾക്കാത്തവരായിട്ടുണ്ടോ? ഒരു ബീച്ചിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാ സമയത്തും 4 കാൽപ്പാടുകൾ കാണാം. എന്നാൽ ഒരു ജീവിതമാണിത്. 4 കാൽപ്പാടുകൾ കാണാം. ചില സമയങ്ങളിൽ 2 കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ. ഒരാൾ ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, നീ ആ പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ കണ്ടോ? അവിടെ നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ? ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ? അവിടെ ക്രിസ്തു പറയുകയാണ്, അവിടെ നീ ഒറ്റയ്ക്കായിരുന്നല്ലടാ, ഞാൻ നിന്നെ എടുത്തിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ വാരി പുണർന്നിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ എന്റെ കൈകളിൽ വഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൈകളിൽ വഹിക്കുന്ന ഒരു ക്രിസ്തു സാന്നിധ്യമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തിനാണ് നാം ദൈവത്തെ തള്ളി പറയുന്നത്? നമ്മുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ എന്തിനാണ് നാം ദൈവത്തെ തള്ളി പറയുന്നത്? പി ജോബ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഞാനൊക്കെ ആദ്യമായിട്ട് ഒരു പ്രസംഗം ഓർത്തിരിക്കുന്നത് പി ജോബിന്റെ 2011-12 കാലഘട്ടങ്ങളിലൊക്കെ അടൂർ കൺവെൻഷൻ വന്ന് പ്രസംഗിച്ച മനുഷ്യനാണ് പി ജോബ്. ഒരു മർത്തവക്കാരനായിരുന്നു. സ്കൂളുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. മക്കളെല്ലാം മരിച്ചുപോയി. എല്ലാ പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ഇതിന്റെ മധ്യത്തിലും അദ്ദേഹം പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ, കൊതിയോടെ ഞാൻ വരുന്നേ, എന്റെ സങ്കടം അങ്ങ് തീർക്കണേ. കൊടുങ്കാറ്റുള്ള ഈ ദേശത്ത്, പ്രതിസന്ധിയുള്ള ഈ ദേശത്ത് നമ്മളുടെ സങ്കടം തീർക്കാൻ വേണ്ടി വരുന്ന ഒരു ക്രിസ്തു സാന്നിധ്യമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട പി ജോബിന് അത് പാടാമെങ്കിൽ ഒരു കാലുവേദനയോ നടുവേദനയോ വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പഴിക്കാതെ നമ്മളും പാടണം, കൊടുങ്കാറ്റുള്ള വീരദേശത്തിൽ കർത്താവെ എന്നോട് കൂടെ ഇരിക്കണമേ. ആ ഒരു വിശ്വാസ സ്ഥിരത നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അക്കരപ്പച്ച സിൻഡ്രോം കാണും. അക്കരപ്പച്ച സിൻഡ്രോം. അക്കരപ്പച്ച എന്താണ് ഈ അക്കരപ്പച്ച? എന്താണ് ഈ അക്കരപ്പച്ച? കറക്റ്റ്. പുറത്ത് നിൽക്കുമ്പോൾ അടുത്തടുത്ത് കുറച്ചുകൂടെ പച്ചയാണെന്ന് തോന്നും. നമ്മൾ ചിലപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെ ചെന്ന് ചിലപ്പം തോട്ടിലൂടെ മുങ്ങിയാൽ നന്മകളെല്ലാം വരും. അങ്ങനെയല്ല. ജീവിതം എന്ന് പറയുന്നത് പ്രതിസന്ധികളുള്ളതാണ്, കഷ്ടങ്ങളുള്ളതാണ്. കഷ്ടങ്ങളില്ലാത്ത ജീവിതം ക്രിസ്തുവിനോട് കൂടിയുള്ള ഒരു ജീവിതമല്ല. ഒരു മനോഹരമായ ഒരു കോട്ട് ഉണ്ട്, there was 2 ways. One was bumpy and it had nails and everything. ഒരു വഴി വളരെ പ്രയാസം നിറഞ്ഞതാണ്, കല്ലും മുള്ളും എല്ലാം ഉള്ളതാണ്. മറ്റേ വഴി പാത വളരെ മനോഹരമായ പാതയാണ്, എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു പാത. ഒന്ന് നരകത്തിലേക്കും ഒന്ന് സ്വർഗത്തിലേക്കും. ഏതാണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോളൂ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. 3 നമ്മളുടെ ഉള്ളിൽ ഒരു തീ വേണം, ഒരു എരിയുന്ന തീ വേണം. ഇവർ ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അടങ്ങിയിരുന്നോ? ഇല്ല. അവർ അപ്പോൾ തന്നെ തിടുക്കത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. When they realized it was Christ who was with them, അവർക്ക് വെറുതെ ഇരിക്കാൻ സാധിച്ചില്ല, അവർ ഓടി. നമ്മളുടെ ഹൃദയങ്ങളിലും ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ വേണ്ടിയുള്ളൊരു
തിടുക്കമുണ്ടായിരിക്കണം. നമ്മളുടെ ഹൃദയങ്ങളിലും മറ്റുള്ളവരെ അടുപ്പിക്കുവാനുള്ള, മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പകരുവാനുള്ള ഒരു വാഞ്ച ഉണ്ടായിരിക്കണം. നമ്മൾ ക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനുള്ള ഒരു ആഗ്രഹം. എത്ര പേരോട് നമ്മൾ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്? എത്ര പേരോട് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്? 10-9 വയസ്സായിട്ട് ഇരിക്കുക, ഒരാളോട് ക്രിസ്തുവിനെ പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാ ദിവസവും പള്ളിയിലും പോകുന്നുണ്ട്, കുർബാനയും കൊള്ളുന്നുണ്ട്. ടു ഹൗ മെനി പീപ്പിൾ ഹാവ് യു ടോൾഡ് ക്രൈസ്റ്റ്? ടു ഹൗ മെനി പീപ്പിൾ ഹാവ് യു ടോൾഡ് ക്രൈസ്റ്റ്? കവിയെന്ന പ്രദേശം ഫേമസ് ആയതിന് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, മാർത്തോമാ സഭയിൽ കവിയെന്ന പ്രദേശം അറിയുന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് പോയ മിഷണറി അച്ഛന്മാരുടെ പേരില്ല. എത്ര നാളായി നമ്മുടെ സഭയിൽ നിന്ന്, നമ്മുടെ ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒരു അച്ഛൻ വന്നിട്ട്? എത്ര നാളായി? മുത്തശ്ശിയെ പോലെ ഇനിയും എന്താണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ പള്ളി കാതോർ മാഞ്ചയോടെ നോക്കി പാർക്കുകയാണ്. ഇനിയും എന്താണ്, ഇനി എന്നാണ് എന്നിൽ നിന്നും ഒരു പട്ടക്കാരനുണ്ടാകുന്നത്? ഇനി എന്നാണ് എന്നിൽ നിന്നും ദൂരദേശങ്ങളിലേക്ക് പോയി ക്രിസ്തുവിനെ പറ്റി പറയുവാൻ ഒരു വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരുന്നത്? നമ്മൾക്ക് ക്രിസ്തുവിനെ പറ്റി പറയുവാനുള്ള ഒരു വാഞ്ചയുണ്ടോ? എമോസിലോട്ടുള്ള യാത്ര അവിടെ പൂർണ്ണമായിരുന്നില്ല. എമോസിലോട്ടുള്ള ഒരു യാത്ര അവിടെ പൂർണ്ണമായിരുന്നില്ല. അവിടെ പൂർണ്ണമായോ? ഒരു മടക്ക യാത്രയെ പറ്റി പറയുന്നുണ്ട്. വി ഓൾ ഹാവ് റിട്ടേൺ ജേർണി. നമുക്ക് പോകുവാനും ഒരു പുത്തൻ യെരുശലേം ഉണ്ട്. യെരുശലേം നമുക്കൊണ്ട് പോകുവാനൊരു പുതു യെരുശലേം. ആ യെരുശലേമിലേക്ക് പോകുമ്പോൾ കർത്താവ് ചോദിക്കും, നീ എത്ര പേരോട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്? നിനക്ക് പറ്റുന്ന കുറെ സാഹചര്യങ്ങൾ തന്നില്ലേ ക്രിസ്തുവിനെ പറ്റി പറയുവാൻ? നീ അവിടെല്ലാം പറഞ്ഞോടാ. ക്രിസ്തുവിനെ പറ്റി പറയുവാനുള്ളൊരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇന്ന് 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. സമയം അതിക്രമിച്ചു എന്ന് അറിയാം. 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുവാൻ ശ്രമിച്ചത്. ഒന്ന്, ലിറ്റർജി ഓഫ് റിയലൈസേഷൻ, തിരിച്ചറിവിന്റെ ആരാധനാക്രമം. നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവിന്റെ കുറെ ആരാധനാക്രമങ്ങൾ ഉണ്ടായിരിക്കണം. ക്രിസ്തു ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ടു അണ്ടർസ്റ്റാൻഡ് ആ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ഒരു ഡിഫറെന്റ്, ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയായി മാറ്റി നിർത്താതെ നമ്മളോട് കൂടെ സദാ വസിക്കുന്ന ഒരു ക്രിസ്തു സാന്നിധ്യമായി ക്രിസ്തുവിനെ എന്ന് മാറ്റുമ്പോഴാണ് നമുക്ക് നിത്യകരമായ ഒരു ജീവിതം സഹിക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ ഈ ഒരു പ്രാർത്ഥനയിലെ സംഭാഷണങ്ങൾ കേട്ടാൽ വളരെ മനോഹരമാണ്. യേശുപ്പാ, നീ ഇന്ന് വാട എൻ്റെ അടുത്ത്, എന്ത് മനോഹരമായിട്ടാണ് ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. നമുക്ക് ക്രിസ്തു ഒരു നല്ല സുഹൃത്തായി, ഒരു നല്ല അപ്പനായി, നല്ലൊരു സ്നേഹിതനായി മാറുവാനുള്ള ഒരു ക്ഷണം. ദ ലിറ്റർജി ഓഫ് റിയലൈസിങ് ഹു ക്രൈസ്റ്റ് വാസ്. ദൈവം ആരാണ് എന്ന്, ദൈവം എന്താണ് എന്ന്, ദൈവം നമുക്ക് ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. 2, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. അവർ ലൈഫ് ഇസ് എ സാക്രമെന്റ്. നമ്മുടെ ജീവിതം എന്നുള്ളൊരു കൂദാശയാണ്. നമ്മുടെ ദൈനംദിന ജീവിത മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അതിനെ പൗത്രീകരിക്കുന്ന ഒരു ക്രിസ്തു സാന്നിധ്യം. നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒരു ക്രിസ്തു സാന്നിധ്യം. നമ്മൾ അടുക്കളയിലൊക്കെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ചിലപ്പോൾ ക്രിസ്തു നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് ആ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനുള്ള ക്ഷണം. നമ്മളുടെ ജീവിതം ഒരു ആരാധനയാണ്. 3, ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതൊരു യൂണിഫൈങ് എലമെന്റ് ആണ്. ഓരോ അപ്പം മുറിക്കലും ഒരു യൂണിഫൈങ് എലമെന്റ് ആണ്. ഓരോ അപ്പം മുറിക്കലും ഓരോ യൂണിഫൈങ് എലമെന്റ് ആണ്. 4ാമതായിട്ട് ഞാൻ പറയാൻ സാധിച്ചത് നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മളോട് കൂടെ വസിക്കുന്ന ഒരു ക്രിസ്തു സാന്നിധ്യം. ക്രിസ്തു എന്നും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മളോട് കൂടെ സദാ വസിക്കും. ക്രിസ്തു പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മളോട് കൂടെ സദാ വസിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധികളിൽ നമുക്ക് ക്രിസ്തു സാന്നിധ്യം മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ പ്രത്യാശ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്തിന് ക്രിസ്തുവെ എന്നോട് ചെയ്തു എന്ന് പറയുന്നത്? സാധു കൊച്ചുങ്ങുരുദേശി എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ്. കാരണം അത്രമാത്രം എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഉദാഹരണമാണിത്. തന്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ പാടുകയാണ്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടത് വാങ്ങി. ഹല്ലേലൂയ പാടുവെന്നല്ലേ പറഞ്ഞേ? ദൈവമേ, ഇത് വല്ലാത്ത ചാദ്യായി പോയിട്ടോ എന്നല്ലല്ലോ സാധുക്കുശി പാടിയെ. അങ്ങനെയാണെങ്കിൽ നമുക്കും പാടുവാൻ സാധിക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവനെ തന്നെ വെളിപ്പെടുത്തുന്ന ക്രിസ്തു സാന്നിധ്യത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ കർത്താവേ, നീ എന്നോടുകൂടി ആയിരിക്കുന്നത് നന്ദി കർത്താവേ, നന്ദി. 3ാമതായിട്ട് നമുക്കും ഒരു ഹൃദയങ്ങളെ കത്തുന്ന വാഞ്ച ഉണ്ടായിരിക്കണം. നമുക്കും ഹൃദയങ്ങളെ കത്തുന്ന ഒരു വാഞ്ച ഉണ്ടായിരിക്കണം. ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകുവാൻ വേണ്ടിയുള്ളൊരു വാഞ്ച. ആ വാഞ്ചയോടുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ സാധിക്കുക. നാം എല്ലാവരും യെരുശലേമിൽ നിന്നും എമോസിലോട്ട് യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രയിലല്ല പ്രശ്നം,
നമ്മൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണോ അതോ തിരിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മിസ്റ്റർ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം, അത് കഴിഞ്ഞിട്ട് 25-ാമത്തെ ഒരു അധ്യായമുണ്ടോ? ഇല്ല. നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇത് നിങ്ങൾക്കൊരു മടക്കയാത്രയുണ്ട് കേട്ടോ, ഇനിയും പേജുകൾ എഴുതുവാൻ നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പകരക്കാരനാകുവാൻ വേണ്ടിയുള്ള ഒരു ക്ഷണം നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. ഈ യോജനകൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.